നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൊണാൾഡ് ട്രംപ് കൈവിട്ട കളിക്ക് നിൽക്കുകയാണെന്നും ഈ നീക്കം ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ അമേരിക്കയുടെ സർവനാശത്തിനായിരിക്കും അത് വഴിവെച്ചിരിക്കുക എന്നും റഷ്യയിൽ നിന്ന് ഇപ്പോൾ മുന്നറിയിപ്പ് വരുന്നു. റഷ്യയും അമേരിക്കയും നേർക്കുനേർ വരികയാണ്. ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ എന്നുള്ള ഭയം ലോകരാജ്യങ്ങൾക്കുണ്ട്. റഷ്യയുടെ സമീപം 2 ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതാണ് ഇപ്പോൾ വ്ളാഡിമിർ പുടിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. സോവിയറ്റ് യൂണിയന്റെ കാലത്ത് തങ്ങൾക്കുണ്ടായിരുന്ന ആണവ ശേഷി ഇപ്പോഴും ഉണ്ടെന്ന് മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടായിരുന്നു ട്രംപ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. യുക്രൈനുമായുള്ള റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് റഷ്യയുമായി അത്ര നല്ല ബന്ധത്തിലല്ല ഇപ്പോൾ ട്രംപ് ഉള്ളത്. റഷ്യ ഇസ്രയേലോ ഇറാനോ അല്ലെന്ന കാര്യം ഓർക്കണമെന്നും ട്രംപ് സ്ഥിരം ഭീഷണി നാടകം തുടരുകയാണെന്നും മെദ്വദേവ് കുറ്റപ്പെടുത്തിയിരുന്നു. 2 ആഴ്ചയ്ക്കകം യുക്രൈനുമായി സമാധാന കരാർ ഉണ്ടായില്ലെങ്കിൽ റഷ്യയ്ക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഭീഷണിയും മുഴക്കിയിരുന്നു. പുടിന്റെ വിശ്വസ്തനായ അനുയായിയും സെക്യൂരിറ്റി കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാനുമാണ് മെദ്വദേവ്. ട്രംപ് പുടിനെ പരാജയപ്പെട്ട പ്രസിഡന്റെന്നും ഇപ്പോഴും താനാണ് പ്രസിഡന്റ് എന്നാണ് മെദ്വദേവ് കരുതുന്നത് എന്നും ട്രംപ് വിമർശിച്ചിരുന്നു. റഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യയെയും ട്രംപ് വിമർശിച്ചിരുന്നു. ഇന്ത്യക്കെതിരെ 25% തീരുവ ഏർപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ വിമർശനം ട്രംപ് ഉന്നയിച്ചത്. ട്രംപിന്റെ ഉപരോധ ഭീഷണിയെ മെദ്വദേവ് യുദ്ധത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് എന്നാണ് വിളിച്ചത്. ഇത് ട്രംപിനെ പ്രകോപിപ്പിച്ചിരുന്നു. വാക്കുകൾ വളരെ പ്രധാനമാണ്. പലപ്പോഴും അപ്രതീക്ഷിതമായ പ്രത്യാഘാതങ്ങൾക്ക് അതിടയാക്കുമെന്നും ട്രംപ് ഇതിന് മറുപടി കൊടുത്തു. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിൽ യുക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് റഷ്യ നടത്തിയ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. യുക്രൈനിൽ റഷ്യ പ്രധാനമായും ഇപ്പോൾ ഡ്രോൺ ആക്രമണമാണ് നടത്തുന്നത്. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് പുടിൻ ഈ ഭീഷണി മുഴക്കിയത്. ഇപ്പോൾ റഷ്യയുടെ സമീപം വിന്യസിക്കാൻ ട്രംപ് ഉത്തരവിട്ട അന്തർവാഹിനികൾ വൻ സന്നാഹങ്ങൾ ഉള്ളവയാണ്. ഓരോ അന്തർവാഹിനിയിലും 20ഓളം അതിശക്തമായ മിസൈലുകളാണ് ഉള്ളത്. റഷ്യയുടെ അധിനിവേശത്തിന് ശേഷം യുക്രൈനിലേക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ സൈനിക സഹായമാണ് അമേരിക്ക നൽകിയത്. എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പെന്റഗൺ യുക്രൈനിലേക്കുള്ള ആയുധ കൈമാറ്റം താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു. ഇപ്പോൾ ആണവ അന്തർവാഹിനികൾ രാജ്യത്തിന്റെ അടുത്ത് കൊണ്ടുപോയി സ്ഥാപിച്ച അമേരിക്കയുടെ നീക്കത്തെ അതിശക്തമായി റഷ്യ എതിർക്കുകയാണ്. കൈവിട്ട കളിക്കും ഒരു യുദ്ധത്തിലേക്ക് നയിക്കുന്ന രീതിയുമാണ് ട്രംപ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത് എന്ന് നിരവധി പേരാണ് ഇപ്പോൾ റഷ്യൻ സർക്കാരിൽ നിന്ന് അമേരിക്കയ്ക്കെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. ഒരു യുദ്ധം ഉണ്ടാകാതെ നോക്കുന്നതാണ് അമേരിക്കയ്ക്ക് നല്ലത്. അങ്ങനെ റഷ്യയുമായി ഒരു യുദ്ധത്തിനാണ് അമേരിക്ക പുറപ്പെടുന്നതെങ്കിൽ അതിന്റെ നാശം എത്രത്തോളം ഭീതിതമായിരിക്കുമെന്ന് ട്രംപ് ഓർത്തുവെക്കുന്നത് നല്ലതായിരിക്കും എന്നും റഷ്യയിൽ നിന്ന് മുന്നറിയിപ്പ് വന്നു. യുക്രൈനുമായി ഇതുവരെ യുദ്ധം ജയിക്കാൻ കഴിയാത്ത പുടിനെ പൂർണ്ണമായും പരിഹസിക്കുകയാണ് അമേരിക്കയിൽ നിന്ന് ഒരു കൂട്ടർ. പ്രത്യേകിച്ച് ട്രംപ് ഈ പരിഹാസത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. ഒരു ചെറിയ രാജ്യത്തോട് നിരന്തരം റഷ്യ തലകുനിക്കുകയാണ് എന്ന തരത്തിലാണ് ട്രംപ് പരിഹാസങ്ങൾ ഉയർത്തുന്നത്. ഇതിന് പിന്നാലെയാണ് പുടിൻ തോറ്റ പ്രസിഡന്റ് ആണ് എന്ന തരത്തിലും അമേരിക്ക പരിഹാസം ഉയർത്തിയത്. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് 50 ദിവസത്തെ സമയപരിധി നിശ്ചയിച്ച ഡൊണാൾഡ് ട്രംപ് ഈ കാലയളവ് വരെ അമേരിക്ക എന്ന രാജ്യം ഉണ്ടാകുമോ എന്നതാണ്. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് 50 ദിവസത്തെ സമയപരിധിയാണ് ട്രംപ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ അതിശക്തമായ ഉപരോധങ്ങൾ ഇനിയും ഏർപ്പെടുത്തേണ്ടി വരുമെന്നും ഇത് റഷ്യയ്ക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താങ്ങാൻ കഴിയില്ല എന്നുമാണ് അമേരിക്കയുടെ വെല്ലുവിളി. എന്നാൽ ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടില്ലല്ലോ എന്നൊരു ചൊല്ലുണ്ടല്ലോ. റഷ്യ ഇപ്പോൾ എത്ര തകർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാലും അതിശക്തമായി തന്നെ ഉയർത്തെഴുന്നേൽക്കുമെന്നും അത് അമേരിക്കയ്ക്കോ അമേരിക്കയുടെ സഖ്യത്തിനോ താങ്ങാൻ കഴിയില്ല എന്നുമാണ് റഷ്യൻ സർക്കാരിൽ നിന്നുള്ള മറുപടികൾ. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയെ ആക്രമിക്കാൻ നാറ്റോ രാജ്യങ്ങൾ ചിന്തിക്കും മുൻപ് തന്നെ ഈ രാജ്യങ്ങളെ ചാരമാക്കാൻ റഷ്യയ്ക്ക് കഴിയും എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഖത്തറിലെ അമേരിക്കൻ താവളത്തിൽ ഇറാന്റെ ഒരു മിസൈൽ വീണപ്പോൾ തന്നെ വെടിനിർത്തലിനായി രംഗപ്രവേശം ചെയ്ത രാഷ്ട്രതലവനാണ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ റഷ്യയുടെയും ആ രാജ്യത്തിന്റെ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിന്റെയും ശൈലി അതല്ല. ഭയപ്പെടുത്താൻ വരുന്നവർ തന്നെ ഭയപ്പെടേണ്ട സാഹചര്യമാണ് ഉള്ളത്. റഷ്യ യുക്രൈന് നേരെ ഇതുവരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. പ്രത്യേക സൈനിക നടപടി മാത്രമാണ് നടത്തുന്നതെന്നും ഒരു യുദ്ധമായിരുന്നു ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ എപ്പോഴേ യുക്രൈനെ
തകർത്ത് തരിപ്പണമാക്കിയേനെ എന്നും റഷ്യ വ്യക്തമാക്കുന്നു. യുക്രൈനല്ല, യുക്രൈനെ മുൻനിർത്തി നാറ്റോ രാജ്യങ്ങളാണ് റഷ്യയ്ക്ക് നേരെ യുദ്ധം ചെയ്യുന്നത്. ഇതിനായി അത്യാധുനിക ആയുധങ്ങളും ടെക്നോളജിയുമാണ് അവർ ഉപയോഗപ്പെടുത്തുന്നത്. എന്നിട്ട് പോലും റഷ്യയുടെ രോമത്തിൽ പോലും പരിക്കേൽപ്പിക്കാൻ നാറ്റോ രാജ്യങ്ങൾക്കോ യുക്രൈനോ കഴിഞ്ഞിട്ടില്ല എന്നും റഷ്യ തുറന്നടിക്കുന്നു. റഷ്യയെ വിരട്ടുക, സമാധാന ദൂതനായി അവതരിപ്പിച്ച് യുദ്ധം അവസാനിപ്പിക്കുക, ഇതാണ് ട്രംപ് മനസ്സിൽ കണ്ടിരുന്നത്. എന്നാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും പുടിൻ തയ്യാറാകുന്നില്ല. അമ്പിനും വില്ലിനും അടുക്കാതെ പുടിൻ റഷ്യയെ വിരട്ടുക, സമാധാന ദൂതനായി അവതരിപ്പിച്ച് യുദ്ധം അവസാനിപ്പിക്കുക, ഇതാണ് ട്രംപ് മനസ്സിൽ കാണുന്നത്. എന്നാൽ അമ്പിനും വില്ലിനും അടുക്കാതെ നിൽക്കുകയാണ് പുടിൻ. യുക്രൈനെ തകർത്ത് തരിപ്പണമാക്കി പിടിച്ചെടുത്തേ അടങ്ങൂ എന്നുള്ള ഒറ്റ തീരുമാനത്തിൽ പുടിൻ ഉറച്ചു നിൽക്കുന്നു. ഈ യുദ്ധം ഇതുവരെ അവസാനിപ്പിക്കാൻ കഴിയാത്തത് ട്രംപിന് നാണക്കേടുണ്ടാക്കുന്നു. കാരണം ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കും എന്നുള്ളത്. ഞാൻ ചെന്ന് പറഞ്ഞാൽ ഉടനെ പുടിൻ ഈ യുദ്ധം അങ്ങ് അവസാനിപ്പിക്കും എന്നൊക്കെയുള്ള ഗീർവാണമടിയായിരുന്നു. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. യുക്രൈന്റെ ധാതു സമ്പത്തിൽ കണ്ണുവെച്ച് റഷ്യയുമായി കരാറുണ്ടാക്കാൻ പോയതാണ്. പക്ഷെ ഒന്നും അംഗീകരിക്കാൻ പുടിൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഒടുക്കത്തെ കളിയാണ് ആണവ അന്തർവാഹിനികൾ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൽ പുടിൻ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് ലോകം ഭയത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.